എൻ്റെ പേര് മുരുകനാണ്. ഞാൻ കുടുംബശ്രീയുടെ ശുചീകരണ തൊഴിലാളിയാണ്. ഞാൻ 18 വർഷമായി വേസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പേര് സുനിത. ഞാൻ ശുചീകരണ തൊഴിലാളിയാണ്. ഞാൻ 18 വർഷമായി പണിയെടുക്കണം. ഞാൻ മുരുകൻ്റെ വൈഫാണ്. ഞങ്ങളുടെ ഈ ഉദയ കോളനിയിൽ നിന്നാണ് ഞാൻ, എൻ്റെ ഭാര്യയും എൻ്റെ ഒരു മോളുണ്ട്. ഞങ്ങൾ 3 പേരെ താമസിക്കുന്നത്. ഞങ്ങൾ ഈ കൊച്ചിന് ഒരാൾ മാത്രമേ ഉള്ളൂ. പുള്ളീനെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ 12-1 മണിയാകുമ്പോൾ വേസ്റ്റ് എടുക്കാൻ തുടങ്ങുന്നത്. ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടിയെന്ന് പറയും മഴക്കാലത്താണ്. ഞങ്ങൾ ഈ മഴക്കാലത്ത് എപ്പോഴായിരുന്നായിരിക്കും കറണ്ട് പോകുന്നത്. ഞങ്ങൾ പെട്ടെന്ന് ഈ ടോർച്ചില്ല, ഒന്നില്ല, ഇരുട്ടത്തൊക്കെ ചില സമയത്തൊക്കെ പാമ്പൊക്കെ വഴിയിൽ കിടക്കണതാണ്. അന്ന് പോയപ്പോൾ കറണ്ടില്ലായിരുന്നു. വല്ല പാമ്പെങ്കിലും കിടക്കുകയാണെങ്കിൽ ഞങ്ങളെ ഇതാവൂലേ, ഇരുട്ടത്ത് വീണ് കിടന്നാൽ പോലും ഞങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല. ഇപ്പം എൻ്റെ വൈഫിന് തന്നെ അച്ഛൻ മരിച്ചിട്ട് സ്ട്രോക്ക് ആയതാണ്. 1 സൈഡ് തളർന്നു. ഞങ്ങൾ ഈ തുപ്പിയതും തൂറിയതും ഒക്കെ കൈയിട്ട് വാരിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ എന്ത് പുഴു വച്ചാലും ഞങ്ങളത് എടുക്കണം. പുഴു നുളയും ഈ കിടന്നിട്ട്. ഞങ്ങൾ ആ തോട്ടിൽ ഇറങ്ങില്ല, ആ ചാക്കും കഴുകലും ബക്കറ്റ് കഴുകലും. ഈ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് നമ്മളൊരു കൂട്ടുകാരൻ മുത്തു എന്ന് പറഞ്ഞിട്ട് വയറ്റിലെ ഭാഗത്ത് ചെട്ടിച്ചാറ്റിൽ വേസ്റ്റ് എടുക്കുന്നത്. പുള്ളി ചാക്ക് കഴുകാൻ ഇറങ്ങിയതാണ്. പുള്ളീനെ കാണാനില്ല. പുള്ളീനെ കാണാണ്ട് പുള്ളിയുടെ അനിയൻ വന്ന് അന്വേഷിച്ചപ്പോൾ കാശും മൊബൈലൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പുള്ളീനെ കാണാനില്ല. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ പുള്ളി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ പോയത്. പക്ഷേ പുള്ളി അവിടെ തന്നെ മരിച്ചു കിടന്നു. ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് ചെന്ന് നോക്കിയിട്ട് വെള്ളം ആ സമയത്ത് കയറ്റമായിരുന്നു. പക്ഷെ കാണാൻ പറ്റണ്ടായി. ഒരു 5:30 അപ്പോൾ അവൻ്റെ കൂട്ടുകാരും കൂടെ വേസ്റ്റ് എടുക്കുന്ന വ്യക്തി അതിന് സംശയത്തിലൊരു നോക്കുമ്പോൾ പുള്ളി അവിടെ തന്നെ കമന്ന് കിടക്കുന്നത്. അത് പിന്നെ ഞങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാവരും വന്ന്, സ്വന്തക്കാരും അവരുടെ ഭാര്യ മക്കളെല്ലാം വന്ന് നോക്കി പുള്ളി അവിടെ തന്നെ. പിന്നെ ഒരു രക്ഷയുണ്ട്, ഞങ്ങളൊരു 6 മണിക്കൂർ കഴിഞ്ഞ് വരാണെങ്കിൽ
ചുമിട്ടും പെരുമ്പാമ്പ് പുള്ളിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫയർഫോഴ്സുകാർ ഇറങ്ങിയപ്പോൾ തന്നെ അവർ വന്ന വഴിക്ക് തന്നെ ചാടി ഇങ്ങോട്ട് കയറി നോക്കുമ്പോൾ എന്താണ് പാമ്പ് പുള്ളിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു അരമണിക്കൂർ മുമ്പ് കഴിഞ്ഞ് പോണെങ്കിൽ പുള്ളി പാമ്പ് കൊണ്ടുപോയതിന്. നമ്മുടെ മനുഷ്യനൊരു നമ്മുടെ ഒരു വേസ്റ്റുകാരനെന്നല്ല, ഒരു മനുഷ്യനാണ് പോലും ചിലവരൊക്കെ ഇല്ലേ നമ്മൾ കാണുമ്പോഴല്ലേ ഏതാണ്ട് കുഷ്ഠരോഗി വയ്യാണ്ട് കിടന്ന് നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ വല്ല ഈ കൊറോണ വരുന്ന പോലെ പിടിക്കുന്നു വിചാരിച്ച് ചില നമ്മളെ കാണുമ്പോൾ മാറി നടക്കും. ഒരു ചായക്കട ചെന്ന് ചായ കുടിക്കാൻ പറ്റില്ല. ഒരു ചായക്കട ചെല്ലുമ്പോൾ നമ്മൾ വേഷം ചെല്ലുമ്പോൾ അവരപ്പം തന്നെ ചായ മേടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കളയും. നമ്മൾ കാണുമ്പോൾ എന്തോ അവർ മേത്ത് ഒട്ടി പിടിക്കുന്ന പോലെയാണ് കുറേ പേർ ഇങ്ങനെ കാണിക്കുന്നത്. ഒരു മനുഷ്യശുദ്ധി കാണിക്കണില്ല. അതന്നെ ഏറ്റവും വലിയ നമുക്ക് സങ്കടം. ഞങ്ങൾ പണിയെടുക്കുന്നത് മാത്രമുള്ളൂ, ഞങ്ങൾ കഷ്ടപ്പെടുന്നത് മാത്രമുള്ളൂ ഞങ്ങൾക്ക് ഒരു ഉപകാരം. നമ്മൾ വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ആൾ കിട്ടിയാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഒരു ഇതില്ലല്ലോ. അതേപോലെ വേസ്റ്റ് കാശ് നമുക്കത് പോട്ടെ, വേസ്റ്റ് കാശ് കറക്റ്റായിട്ട് മാസമായിട്ട് തരണ്ടേ. 10-ാം തീയതി 12-ാം തീയതി ആകുമ്പോൾ ചിലവരൊക്കെ ഒരു 5-6 വീട്ടുകാരൊക്കെ പിന്നത്തെ മാസം തരുന്നത്. അത് ചെന്ന് ചോദിക്കുമ്പോഴേ പറഞ്ഞു അയ്യോ കാശില്ല കേട്ടോ, സാറില്ല, സാറ് അങ്ങോട്ട് പോയി, ചേട്ടനില്ല, ചേച്ചിയില്ലെന്ന് പറയും. പിന്നെ അവർ നാളെ തരാമെന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ആ വാക്ക് തന്നെ പറയും. അന്നൊരു കാര്യം ചെയ്യും, നമുക്ക് അടുത്ത മാസം കൂട്ടിത്തരാം, 2 മാസത്തെ കാശ്. പക്ഷെ നമുക്ക് ശമ്പളം കറക്റ്റായിട്ട് കിട്ടിയാൽ വീട്ടുകാർ തന്നാലല്ലേ നമുക്ക് പലചരക്കടയിൽ ചെന്ന് പറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ഈ പലചരക്കടക്കാരൻ സമ്മതിക്കുമോ നാളെ തരാൻ മറ്റത്താളത്? അവനും കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ടെന്നേ നമുക്ക് തരുള്ളൂ. നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ? പക്ഷെ അവർ ചിന്തിക്കണില്ല വീട്ടുകാർ. വേസ്റ്റ് പോകുന്നുണ്ട്, അത് അറിയില്ല. അവർ നേരം വെളുക്കുമ്പോൾ വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കാശ് ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് താൻ ഇത്ര വേസ്റ്റ് എടുക്കില്ല എന്നല്ല ആ ചോദ്യമൊക്കെ ചോദിച്ചാണ് നമ്മളെ ഇതാക്കണത്. പ്ലാസ്റ്റിക്കേ കേരളത്തിൽ കുറവെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ പിടിക്കുന്നുണ്ട്. ഒരേ കടകളിൽ കയറി അതിന് വീടുകളിൽ കുറയണില്ല. വീടുകളിൽ ഒരു കവറിലുണ്ടായ സ്ഥലത്തൊക്കെ ഇപ്പോൾ 2 കവറ് 3 കവറൊക്കെ ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ 2 പേരുടെ പ്ലാസ്റ്റിക്കാണ്. ഇത് 2 പേരുടെയാണ്. ഇനി 10 പേരുടെ പ്ലാസ്റ്റിക് അവിടെ ഉണ്ട്. ഇത് 2 പേരുടെ പ്ലാസ്റ്റിക് എത്ര ഉണ്ട്? വോട്ട് ചോദിക്കുമ്പോൾ ഭയങ്കര ചിരിയാണ്. ചേട്ടോ നമ്മളാട്ടോ വരുന്നത്, നമ്മളെല്ലാം ചെയ്തു കൊടുക്കാം, നിങ്ങളൊന്നും പേടിക്കണ്ട. നമ്മളെ പറ്റുക ജയിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ പുള്ളിയുടെ വീട്ടിൽ പോയി നോക്കിക്കണം, അല്ലെങ്കിൽ പുള്ളീനെ അന്വേഷിക്കണം. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എപ്പോൾ ചോദിച്ചാലും മീറ്റിങ്ങിൽ പോയേക്കണം, ഇവിടെ ഇല്ല. 10 പ്രാവശ്യം ഞങ്ങൾ തൊഴിലാളികൾ 10 പ്രാവശ്യം എന്ന് പറയും. കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. ഫോൺ വിളിച്ചാൽ എടുക്കില്ല.
പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ ചക്ക മാങ്ങ ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അയലൊക്കെ നമ്മൾ തിന്നുന്നതനുസരിച്ച് നമ്മൾ തിന്നും. അപ്പോൾ തിന്നാൻ പറ്റാത്താകുമ്പോൾ നമ്മുടെ അയലക്കാർക്ക് കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു. പക്ഷേ ഈ കാലം ഇപ്പോഴും അങ്ങനെയല്ല. ഈ കാലത്ത് എങ്ങനെയെന്നറിയും, അത് ചീഞ്ഞ് നാറിയാലും കുഴപ്പമില്ല, പക്ഷേ നാട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ആർക്കും അയലക്കാർക്ക് കൊടുക്കില്ല. അതൊരു ചക്ക മേടിച്ച് കഴിഞ്ഞാൽ 2 കഷ്ണമാക്കും. ആ ഒരു പകുതി ചക്കച്ചോളം എടുത്തിട്ട് തിന്നാൻ പറ്റിയ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ബാക്കി പകുതി അവിടെ കിടക്കും. പക്ഷെ അത് ആ കാര്യം മറന്നു. ലാസ്റ്റ് അത് ചീഞ്ഞ് നാറുമ്പോഴായിരിക്കും പിന്നെ ആ വേസ്റ്റിലെടുത്ത് നമുക്ക് തരുന്നത്. അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചങ്ങനെ ചക്ക അതും തിന്നാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞാൽ അത് മറന്നു, അത് എടുത്ത് തരും. പക്ഷേ ഈ തിന്നുന്ന ചക്കയും മാങ്ങ നമുക്ക് തിന്നാൻ പറ്റില്ലെങ്കിൽ ഒരു അയലക്കാരോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കൊടുത്താണെങ്കിൽ എത്ര ഉപകാരമാവും. ഇതാണ് മനുഷ്യൻ്റെ ഗുണം. പണ്ടത്തെ ഗുണമല്ല ഇന്നത്തെ ഗുണം. ഇന്ന് ഗുണം മാറിപ്പോയി. എന്ത് കിട്ടിയാലും അവർ തിന്നാൻ പറ്റില്ലെങ്കിൽ ലാസ്റ്റ് അത് വേസ്റ്റിൽ കൊണ്ടുപോയി. വേസ്റ്റുകാരനുണ്ടല്ലോ എല്ലാം കൊണ്ടുപോകാനായിട്ട്. എത്ര വേസ്റ്റ് ഉണ്ടെങ്കിലും അവന്മാർ കൊണ്ടുപോയിക്കോളൂ. വേസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ആ പേര് പറഞ്ഞ് നമ്മുടെ എല്ലാം തരുന്നത്. ഇത്ര വേസ്റ്റായാലും ഞങ്ങൾ ചുവന്നുകൊണ്ട് പോകാൻ റെഡിയാണ്. അന്നേരം എൻ്റെ മോള് പഠിച്ച അവള് നന്നാകണം. ചിലവരൊക്കെ പഠിപ്പിക്കാണ്ട് ഒരു വയസ്സാകുമ്പോൾ തന്നെ പണിക്ക് വിടും. പക്ഷേ ഞങ്ങളത് വിടില്ല. ഞങ്ങളുടെ ജീവിതകാലം എന്നുണ്ടോ അന്ന് വരെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോള് നന്നായിട്ട് പഠിപ്പിക്കും. പുള്ളി നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് പുള്ളി നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് എന്ത് ആവശ്യം വന്നാലും എൻ്റെ ഹസ്ബൻഡുള്ളത്. ഞങ്ങളെ ഈ വേസ്റ്റ് യൂണിഫോം ഇട്ട് ചെല്ലുമ്പോഴാണ് എല്ലാവർക്കും അറിയണത് ഞങ്ങളൊരു വേസ്റ്റ് തൊഴിലാളിയെന്നാണ് ആൾക്കാർക്ക് അറിയണത്. പക്ഷേ ഞങ്ങൾ ചെന്ന് ശമ്പളം വരിക്കുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ അവർക്ക് മനസ്സിലാകണില്ല. ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ആരാന്ന് ചോദിക്കുക, ശമ്പളം ചെന്ന് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ പറയണം ഞങ്ങളൊരു വേസ്റ്റ് തൊഴിലാളി, നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും, ഓ വേസ്റ്റ് എടുക്കുന്നവരല്ല ഇതേ നിങ്ങൾ സാധാരണ യൂണിഫോം ഇട്ടിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. പക്ഷേ നല്ല ഡ്രസ്സ് ഇട്ടുമ്പോൾ ഞങ്ങളത് മനസ്സിലായി നിങ്ങളൊരു വേസ്റ്റ് തൊഴിലാളിയാണെന്ന് അറിയണില്ല എന്ന് പറയും. ഈ യൂണിഫോം ഇട്ടാലേ ഞങ്ങൾക്ക് വിലയുള്ളൂ. ഞങ്ങളുടെ ജീവിതം ഈ യൂണിഫോമിലാണ്.